ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സുഖല്ലേ? സുഖം മോളെ. മോളെ, ഒരു ദൂരയാത്ര പോവാ. അതും എന്തുകൊണ്ടും ഒരു നല്ല കാര്യത്തിന്. അതിനു മുമ്പ് രണ്ടുപേരും കൂടെ വേഗം പോയി പ്രാർത്ഥിച്ചിട്ട് വാ. അമ്മമ്മ ഇപ്പൊ റെഡിയായി വരും. ഞാനാ അമ്മേ, അംബിക. അംബികയോ? ഇന്ന് കാക്കയൊക്കെ മലർന്നു പറക്കുമല്ലോ. അല്ല, എന്താ ഇത്? ഇത് ജ്യൂസ്, മാംഗോ ജ്യൂസാ. മാംഗോ ജ്യൂസോ? ഞാൻ ഈ നേരത്തെ ജ്യൂസ് കുടിക്കുമെന്ന് അംബയോട് ആര് പറഞ്ഞു? ആരും പറഞ്ഞതല്ല, എനിക്ക് തോന്നിയതാ. അംബികയുടെ തോന്നലൊക്കെ നടപ്പാക്കാൻ എന്റെ ശരീരം തിരഞ്ഞെടുക്കാന്ന് കരുതിയോ? അംബികെ, എനിക്ക് ഒരു ജീവിത രീതിയുണ്ട്, ചിട്ടകളുണ്ട്, ആഹാരക്രമങ്ങളും ഉണ്ട്. അതൊക്കെ അനുസരിച്ചേ ഞാൻ ജീവിക്കൂ. ഞാനേ മരുന്നുകളൊന്നും കഴിക്കുന്നില്ല. എനിക്ക് ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഒന്നുമില്ല. പിന്നെ ഈ പഞ്ചസാരയൊക്കെ കലക്കിക്കൊണ്ടുവന്ന് എന്നെ രോഗിയാക്കി കളയാവുന്ന അംബിക കരുതണ്ട. അമ്മേ, ഞാൻ അങ്ങനെയൊന്നും കരുതിയില്ല. എന്തായാലും പഞ്ചസാര വെള്ളമല്ലേ, എനിക്ക് വേണ്ട. വൈറ്റ് പോയ്സൺ ആയത്. അല്ല, എന്തോ ഒരു കാര്യം അംബികയ്ക്ക് ചോദിക്കാനുണ്ട്. എന്താ അംബികെ? അംബിയെ ചോദിക്കേ. അല്ല, അമ്മ ഇവിടെ വന്നിട്ടേ അമ്മയോട് സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അതിനെന്താ, ഇവിടെ ഇപ്പൊ സ്വസ്ഥത സമാധാനം ഉണ്ടല്ലോ. ഇപ്പൊ ചോദിക്കേ. അതല്ല, അമ്മയ്ക്കൊന്നും ചെയ്തു തരാൻ പറ്റിയില്ല. എനിക്കെന്തിനാ ചെയ്തു തരുന്നത്? ഞാൻ കയ്യും കാലും ഒക്കെ ഒടിഞ്ഞ് കട്ടില് കിടക്കുമെന്നല്ലോ. അയ്യോ, അതല്ല. അമ്മ കുറെ കാലം കഴിഞ്ഞ് വന്നതല്ലേ. അമ്മ ഞങ്ങളുടെ ഗസ്റ്റ് അല്ലേ. ഞാൻ ഇവിടുത്തെ ഗസ്റ്റ് ഒന്നുമല്ല. ഇത് എന്റെയും കൂടി വീടാ. മാത്രമല്ല, പ്രതാപൻ എന്റെ മരുമകനും കൂടിയാ. എന്നാലേ ഞാനിത് കിച്ചണിൽ കൊണ്ട് വച്ചിട്ട് വരാം. നിക്ക്. എന്നോട് അംബികയ്ക്ക് ചോദിക്കാനുള്ളത് ചോദിച്ചിട്ട് പോയാ മതി. അല്ല, ഞാൻ എന്താ അമ്മയോട് ചോദിക്കാൻ വന്നേ? അത് ഞാനങ്ങ് മറന്നുപോയല്ലോ. ആ അമ്മേ, ഇപ്പൊ ഈ പിള്ളേരെയും കൂട്ടിട്ടെ സൂര്യമംഗലത്തേക്ക് പോകുന്നത് എന്തിനാ? പിള്ളേരോ? ഏത് പിള്ളേര്? അല്ല, നമ്മുടെ രാജുവും ഋതികയെ. ഞാനേ എന്റെ കുഞ്ഞുമക്കളെയും കൂട്ടി സൗകര്യമെടുത്ത് പോകും. അത് ചോദിക്കാൻ നീ ആര്? ദേ, നിന്റെ വെളച്ചിലും കൊണ്ടേ എന്റെ മുന്നിലേക്ക് വന്നു പോരുത്. നീ വളരെ സൂത്രങ്ങൾ മെനയുന്ന ഒരു പെൺ ചെന്നായാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ അടുത്ത് വേണ്ട നിന്റെ അഭ്യാസം. അവളുടെ ഒരു ലോഹ്യം, മാംഗോ ജ്യൂസ്. എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണമെങ്കിലേ ഞാൻ യാമിനിയോട് ചോദിച്ചോളാം. നിന്റെ സഹതാപൊന്നും വേണ്ട, കേട്ടോടി. നീ പോയി നിന്റെ പണി നോക്ക്. നിന്റെ കൾച്ചർ അല്ല എന്റെ കൾച്ചർ, മനസ്സിലായോ? അല്ലമ്മേ, ഞാനൊരു ജ്യൂസ് കൊണ്ടുവന്നതിന് ഇത്രയ്ക്കൊക്കെ ഇങ്ങനെ. ഷട്ട് അപ്പ്. പോ. ആട്ടിൻതോലിട്ടിട്ട് എന്റെ മുന്നില്. വാ മേഡം. അമ്മേ, എന്താടാ? ദേ വരുന്നുണ്ട് നവദമ്പതികള്, കപ്പിൾസ്. ഓ,
അവര് വരിയേ പോവേ എന്താന്ന് വെച്ച ചെയ്യട്ടെ, ഞാനൊന്നിനുമില്ലേ. ആ കിളവിയുടെ വായിലിരിക്കുന്നത് കേക്കണ്ടല്ലോ. അമ്മേ, എന്താ ഇതെന്താ തോൽവി സംബന്ധിച്ച് പിന്മാറുവാണോ? അങ്ങനെയാണെങ്കിലേ ഇവരുടെയൊക്കെ അടിമയെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല. ഹ്, ആരുടെ അടിമയായിട്ട് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ അവരുടെയൊക്കെ മുന്നിലേ തല കുമ്പിട്ട് ജീവിക്കാനേ ഞാനും തയ്യാറല്ല. പഴയ അംബികയായിട്ട് മാറാനേ എനിക്കൊരു മടിയുമില്ല. ഇല്ലാതാക്കും ഞാൻ എല്ലാത്തിനെയും. ആ ശേഖരേട്ടാ, അങ്ങോട്ട് നോക്കിയേ. ഋതുമോളെ, വാത്സല്യങ്ങ് നെയ്യാറ് പോലെ ഒഴുകുക പ്രവാഹം. ചെറിച്ച മോളെ, സുഖല്ലേ? സുഖം മോളെ. മോളെ, ഒരു ദൂരയാത്ര പോവാ. അതും എന്തുകൊണ്ടും ഒരു നല്ല കാര്യത്തിന്. അതിനു മുമ്പ് രണ്ടുപേരും കൂടെ വേഗം പോയി പ്രാർത്ഥിച്ചിട്ട് വാ. അമ്മമ്മ ഇപ്പൊ റെഡിയായി വരും. അതിനു മുമ്പ് പോയിട്ട് വാ. ശരി ചെറിയമ്മേ. ശരി. ചെല്ലു മോളെ. വാ രാജു. ഇവനും അവളും കൂടി എന്താ പ്രാർത്ഥിക്കുന്നൊന്നും അറിയണല്ലോ. അറിയാനുള്ളൊരു താല്പര്യം കൊണ്ട് ചോദിച്ചതാ. അകലെ